ഇന്ന് ഞാൻ ആദ്യം പഠിച്ചത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനാണ്. ആസ് യൂഷ്വൽ ഞാൻ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കൂടിയത്. നമുക്കറിയാം ഇനി ഏതാണ്ട് ഒരു 40 ദിവസത്തെ താഴെ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റേജ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്. ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് മെയ് 2-ാം തീയതിയും സെക്കൻഡ് സ്റ്റേജ് മെയ് 16-ാം തീയതിയും തേർഡ് സ്റ്റേജ് ജൂണിലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ ഡിഗ്രി ലെവൽ പ്രിലിംസ് മൊത്തം 3 സ്റ്റേജിലായിട്ടാണ് നടക്കുന്നത്. നമുക്കിനി ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് കിട്ടുമോ, സെക്കൻഡ് സ്റ്റേജ് കിട്ടുമോ, തേർഡ് സ്റ്റേജ് കിട്ടുമോ എന്നുള്ളതൊക്കെ 18-ാം തീയതി ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം നടക്കുന്നവർക്കെല്ലാം തന്നെ 18-ാം തീയതി ഹോൾ ടിക്കറ്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പം നമുക്ക് 2-ാം തീയതി തന്നെയാണ് എക്സാം എന്നുള്ള രീതി വേണം പ്രിപ്പയർ ചെയ്യാൻ. അത് കഴിഞ്ഞ് ഞാൻ സിവിക്സാണ് പഠിച്ചത്. സിവിക്സിൽ ആദ്യം ഞാൻ ലക്ഷ്യയുടെ തന്നെ PQ ടൈംസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. അതിനകത്ത് ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്യുക്ക് റിവിഷൻ സീരീസ്, അതിനകത്തൊരു 1 അവറോളം വരുന്ന ഒരു PYQ അങ്ങനത്തെ ക്ലാസ്സായിരുന്നു സിവിക്സിൻ്റെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ റാങ്ക് ഫയൽ വായിക്കുകയാണ് ചെയ്തത്. റാങ്ക് ഫയലിൽ നിന്ന് 2 ടോപ്പിക്സ് നോക്കി. ഒന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും 2 ബ്യൂറോക്രസിയും. എന്നോട് കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു ഞാൻ സിവിക്സ് പഠിക്കാൻ യൂസ് ചെയ്യുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന്. ഞാൻ മെയിനായിട്ടും റാങ്ക് ഫയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ യൂട്യൂബിൽ ഞാൻ അധികം ക്ലാസ്സുകൾ കണ്ടില്ല. ആസ്ത അക്കാഡമിയുടെ ഒരു പ്ലേലിസ്റ്റ് കണ്ടു, അതല്ലാണ്ട് കുറച്ച് ക്ലാസ്സുകൾ കണ്ടു. പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ട് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടില്ല. ഞാനപ്പം മെയിനായിട്ടും റാങ്ക് ഫയലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമിന് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ ഇനിയുള്ള നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലുപരിയായിട്ട് ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക, അതായത് PYQ ബേസ് ചെയ്ത് മാക്സിമം പഠിക്കാൻ നോക്കുക. പറ്റുന്ന അത്രയും PYQs സോൾവ് ചെയ്യുക. എക്സാം ആയിട്ട് തന്നെ എഴുതാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ എക്സാം ആയിട്ട് തന്നെ എഴുതുമ്പം നമ്മളും ഒരു കട്ട് ഓഫും ആയിട്ടുള്ളൊരു റേഞ്ച് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, ഈവൻ നമ്മൾ പഠിച്ച ഏരിയാസ് പോലും ഏതൊക്കെയാണ് നമ്മൾ മറന്നു പോകുന്നത്, വീണ്ടും വീണ്ടും റിവിഷൻ വേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെയൊക്കെ ഒരു സേഫ് സ്കോർ എന്ന് പറയുമ്പോൾ ഒരു 50-55 മാർക്കോളൊക്കെ മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് അതൊരു സേഫ് സ്കോറാണ്. അപ്പോൾ നമ്മളും ഒരു സേഫ് സ്കോറിലോട്ട് എത്തുക എന്നുള്ളതായിരിക്കണമല്ലോ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. PYQs ആർ ഓൾവേസ് അവർ ഗൈഡിങ് ലൈറ്റ്സ്. അതെപ്പോഴും ഓർത്തിരിക്കുക. കാരണം അത് നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം, ഇല്ലെങ്കിൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ എലിമിനേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ അതെങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യണം, അതൊക്കെ മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് നമുക്ക് ഇപ്പോഴും തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാനും പറ്റത്തില്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എലിമിനേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യേണ്ടി വരും. നമുക്കുള്ള അറിവ് കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എയിം. ഇനിയിപ്പം ഉള്ള ടൈമിൽ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യുക, PYQ ബേസ്ഡ് പഠിക്കുക. അതായത് ഒരുപാട് സിലബസ് തീർത്ത് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ടൈം ഇനി കുറവാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക, ഹോട്ട് ടോപ്പിക്സിൽ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കുക, PYQ അനാലിസിസ് ചെയ്യുക. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടിൽ നിന്ന് പ്രിയാമ്പിളും ഫണ്ടമെൻ്റൽ റൈറ്റ്സുമാണ് റിവൈസ് ചെയ്തത്. അതിന് ഞാൻ ലക്ഷ്മികാന്താണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലീഷാണ് പഠിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.